ഇതാണ് മുത്തൽ എന്ന് പറഞ്ഞ പിന്നെ എന്താ പറയുക തോരൻ വെക്കുന്ന ഒരു ഇല. ഇത് പിന്നെ ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. അത് തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്ക്, ഓർമ്മശക്തി, അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ഈ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല വറുത്ത് കഴിച്ചാൽ, ഫ്രൈ ആക്കി കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഈ പിന്നെ വായ്പുണ്ണില്ലേ, വായ്പുണ്ണുണ്ടെങ്കിൽ ഇത് അരച്ചിട്ട് പിന്നെ മോരിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വായ്പുണ്ണ്, കുടൽപ്പുണ്ണൊക്കെ മാറുന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ അമ്മ അതിരാവിലെ വളപ്പിൽ പോയിട്ട് അല്ലമ്മേ പറിച്ചു കൊണ്ടുവന്ന സാധനം. അമ്മ അത് മുറിക്കുന്ന തിരക്കിലാണ്. ഈ ഫിംഗർ ക്യാമ്പ് എവിടെയോ പോയി, എന്നിട്ട് അമ്മ ഇത് ഈ തുണി കൊണ്ട് കെട്ടിയിട്ട് മുറിക്കുന്നു, കണ്ടോ. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ സംഭവം അല്ലമ്മേ. വേണ്ട നല്ല ചെറുതായിട്ട് അടിപൊളിയായിട്ട് മുറിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇലകൾക്ക് ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്, സാധാരണ ഇലകളെ പോലെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ചില ഇല ഉണ്ട് ഭയങ്കര കയ്പ്പാണ്. ഈ മറ്റേ മേത്തിയില്ലേ, ഉലുവേൻ്റെ ഇല കയ്പ്പ് എന്നെല്ലാം പറഞ്ഞാൽ ഒരു 1.5 കയ്പ്പാണ്. അത്രയും കയ്പ്പൊന്നുമില്ല, നല്ല കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോരനാക്കിയിട്ട് വേണം ഉച്ചക്കത്തെ ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടി. കണ്ട ശരിക്കും എന്താ പറയുക, തലച്ചോറിന് അതേ ആ ഒരു ഫിഗറാണ്, കണ്ടില്ലേ. എന്താ കണ്ട, ഞങ്ങൾ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് അധികം എന്താ പറയുക ഈ ഇലക്കറികൾ അധികം ഉണ്ടാക്കാറുണ്ട്. ഇല വാങ്ങിയിട്ട് തോരൻ വെക്കാറുണ്ട്, പലതരത്തിലുള്ള ഇലയൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളാകെ കാണുന്നത് മുരിങ്ങേൻ്റെ ഇല, അതുപോലെ തന്നെ ചീര, ഈ ചേനയില്ലേ അതിൻ്റെ ഇലയൊക്കെയാണ്. പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ വന്ന ശേഷം അമ്മ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, മുത്തില്ല. ഇപ്പോൾ അതിന് നെറ്റിലടിച്ച് നോക്കിയപ്പോൾ അതിനോട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നവർ പിന്നെ പറിച്ച് കഴിക്കുക. കാട്ടിൽ തന്നെ ഉണ്ടാവുമല്ലേ, കാട്ടിലുണ്ടാകുന്ന സംഭവമാണ്. തണുപ്പുള്ള ഏരിയയിലധികം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് പറിച്ചിട്ട് തോരനാക്കി കഴിക്കുക. നല്ല കാട്ടിലുള്ള ഒരു സാധനം അല്ലെങ്കിൽ പിന്നെ കാട്ടിൽ വളരുന്നൊരു സാധനം മറ്റ് ഒഴിവാക്കുകയൊന്നും ചെയ്യേണ്ട, അത്രക്കും ബെനിഫിറ്റുള്ള കാരണം മുത്തിൽ. എല്ലാവരും നെറ്റിലടിച്ച് നോക്കുക. ഈ ഇലേൻ്റെ ഈ ലീഫിൻ്റെ ബെനിഫിറ്റ് അറിയുക. കിട്ടുമെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതെല്ലാം ബൈ.